ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് ദിവസം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ ന്യൂ ബോൺ ബേബി ഷൂട്ട് ഉണ്ട്. കുറച്ച് ലാഗായി. ഇന്നിപ്പോൾ അവന് 19ാമത്തെ ദിവസമാണ്. 15 ദിവസത്തിനുള്ളിൽ എടുക്കണമായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നാണ് എടുക്കുന്നത്. നല്ല ഉറക്കാട്ടോ. 8:30-9 മണിയാകുമ്പോഴേക്കും അവർ വരുന്ന പറഞ്ഞേക്കണം. പക്ഷെ നമ്മൾ പുറങ്ങിയിട്ട് ഇതാവുന്നല്ലോ. അപ്പോൾ വേഗം ഇവിടെ ഒന്ന് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് സെറ്റാണ്. അപ്പം പിന്നെ കുളിപ്പിക്കരുത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് തുടച്ച് വെച്ചാൽ മതി, ഇങ്ങനെ എണ്ണയ്ക്ക് ഉണ്ടെങ്കിൽ ഫോട്ടോ ഇങ്ങനെ വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനി വേഗം ഷടപ്പടയെന്ന് റെഡി ആവട്ടെ കേട്ടാ. ഞാൻ പോയിട്ട് വേഗം പല്ലേക്കിട്ടാ. ലിറ്റിൽ റോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ഈ ഷൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ 9 മണിക്കാകുമ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞ്. ഇവരൊരു 8:45 നമ്മൾക്ക് എത്തിയിട്ടാ. അപ്പോൾ നമ്മുടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ വന്നു കഴിഞ്ഞു വെച്ചാൽ ഇവർക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, സമയം ഇങ്ങനെ വേഗം പൊക്കോളും. അപ്പോഴേക്കും പിന്നെ നമുക്ക് വേഗം കുളിച്ച് മാറ്റുക, അങ്ങനത്തെ തിരക്കിലായിരുന്നു കേട്ടോ. ഞാൻ ഇവർ വന്ന സമയത്ത് വേഗം കുളിക്കാൻ പോയി കിടന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തത് ആദർശേട്ടനാ കേട്ടോ. അപ്പോൾ ഇവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ വീണ്ടും ഉമ്മർത്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കുക കേട്ടോ. ലോങ് വീഡിയോസിൽ ഉണ്ണീനെ ഞാൻ അധികം ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമുക്ക് ആഡ് സ്യൂട്ടബിലിറ്റി കിട്ടുന്നുണ്ട്. ഉണ്ണി ചെറുതായ കാരണേ നമ്മുടെ യൂട്യൂബ് തന്നെ അടിച്ചു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇത് അവനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഉണ്ണീനെ കുളിപ്പിക്കരുത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിലെ അത് ഭയങ്കര എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവനെ കുളിപ്പിക്കണില്ല, ജസ്റ്റ് നമ്മൾ തുടച്ചു കൊടുക്കട്ടെ ചെയ്തത്. പിന്നെ അവർ ഇതേ ഇവിടെയൊക്കെ സെറ്റാക്കുന്നുണ്ട്. നമുക്ക് വലിയ സ്പേസ് ഇല്ലാത്ത കാരണം ഹോളിൽ വെച്ചിട്ടാട്ടോ ഫോട്ടോ നമ്മൾ എടുക്കണേ. ഈ ഒരു സ്പേസിൽ തന്നെ അവരെല്ലാം അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരാൻ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എവിടെയപ്പോൾ ഫോട്ടോ എടുക്കുക വെച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഹാളിൽ തന്നെ നമ്മൾ സോഫയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ഏറെ കുറെ സെറ്റാക്കിയിട്ടു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കാം. ഞാൻ രണ്ടു വേഗം എഴുതി എന്നിട്ട് ഡ്രസ്സ് ഇട്ടു. ഈ ഡ്രസ്സ് വേഗം മാറണം. മുടിയൊന്ന് സെറ്റാക്കിയിട്ട് വേഗം റെഡി ആവണം. ഉണ്ണീനെ റാപ്പ് ചെയ്യണ ഭാഗമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അപ്പുറത്തെ മുടി മറ്റേ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യേണ്ട തിക്കും തിരക്കിലായിരുന്നു കേട്ടോ. വേഗം ഫോട്ടോ എടുക്കുമ്പോഴേക്കും എനിക്ക് സെറ്റ് ആവണല്ലോ. അപ്പോൾ ഇതൊക്കെ ചേച്ചി മാതൃശേഷനും കൂടിയിട്ടായിട്ട് ഉണ്ണിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് റാപ്പ് ചെയ്യണ സമയത്തൊക്കെ. മൂപ്പര് ഇതിൽ കരയണതൊക്കെ ഞാൻ ഇപ്പോഴായിട്ട് കാണുന്നത്. ഇവനിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഫുൾ കവർ ചെയ്തിട്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ പൊതിഞ്ഞാൻ എടുത്ത് കഴിഞ്ഞു വെച്ചാൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണതാണ്. ഇപ്പോൾ പിന്നെയും കുറച്ചൊക്കെ കൈയും കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാലൊക്കെ പുറത്തേക്ക് ആക്കും നമ്മളിങ്ങനെ പൊതിഞ്ഞു കൊടുത്താലും. പക്ഷെ ഇതിൽ ഇങ്ങനെ കരയണ കണ്ടപ്പോൾ ഞാനിത് എന്തപ്പോൾ കരയണേന്ന് വിചാരിച്ചു. പിന്നെ ഇവർ ഇതൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ണീനെ വെച്ചിട്ടൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നത് നല്ല ഭംഗിയുള്ളതായിരുന്നു. ഈ ചേട്ടൻ ഭയങ്കര കൂളായിട്ടാ ഉണ്ണീനെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നി ഇവനെ ഉറക്കണ കണ്ടപ്പോട്ടാ. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തലയ്ക്ക് ജസ്റ്റ് മസാജ് ചെയ്യുമ്പോഴേക്കും ഉണ്ണി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിട്ടോ. വലിയേട്ട ഇതേ ഉണ്ണീനെ അവരെന്താ ചെയ്യണേ നോക്കിയിട്ട് നിൽക്കാണ് കേട്ടാ. വലിയേട്ടെന്ന് മൂപ്പരിട്ട പേര് തന്നെയാണ്. തേജപ്പം സ്വയം അവനെ വലിയേട്ടൻ നിൽക്കട്ടെ പറയാറ്. അപ്പോൾ ഇതേ ഉണ്ണീനെ ഉറക്കണമെന്നൊക്കെ നോക്കി നിൽക്കട്ടാ. പാദർശേടൻ ജസ്റ്റ് ഉണ്ണിയുടെ വീഡിയോസ് അതുപോലെ തന്നെ നമുക്ക് റീൽസിനുള്ളതൊക്കെ വീഡിയോസ് എടുത്ത് നിൽക്കാണ് കേട്ടോ. ചായ എടുത്ത ദോശ ആ കുണ്ണീനൊക്കെ എടുത്താനാണേ. ഇതിലെ കുണ്ണീനൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കും. എടുത്തു കുഞ്ചൊക്കെ ഉറങ്ങണേ.
ഉണ്ണീനെ അവരവിടെ സെറ്റാക്കുമ്പോൾ ഞാൻ വേഗം പുറപ്പെടുക കേട്ടോ. കാരണം ഉണ്ണിയുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഷോർട്സ് എടുക്കുമ്പോഴേക്കും എന്നോട് പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മുടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ മേക്കപ്പ് ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ലോങ് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് വയ്ക്കും, പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോസ് എന്ന് വെച്ചാലും ഇപ്പോൾ ഭയങ്കര ബോറിംഗ് ആവും നിങ്ങൾക്ക് കാണുമ്പോൾ. ഫുൾ ടൈം ഈ കെടുപ്പ് തന്നെയാണല്ലോ. ശരിക്കും ഫുൾ ടൈം ഒക്കെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ഡോക്ടർ നമുക്ക് നല്ല വൃത്തിക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതെന്നൊക്കെ കേട്ടോ. നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ കുറച്ചൊക്കെ നടക്കണം, എന്നാലാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഫുൾ ടൈം കിടന്നു വെച്ചെങ്കിൽ ഞാൻ ഓൾറെഡി തടിയുള്ള ഒരാളാണ്. ഫുൾ ടൈം കിടന്നു വെച്ചെങ്കിൽ ഞാൻ ആകെ ഇനി പർവ്വതം പോലെയാവും ചെയ്യട്ടോ. പക്ഷെ ഞാൻ ഏറെക്കുറെയൊക്കെ കിടക്കഴിഞ്ഞാട്ടെ ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനൊക്കെയാണോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക അതൊക്കെ ചെയ്യാറുള്ളൂ. അപ്പൊ തന്നെ കാണാം ഫുള്ള് ആരെയും റെസ്റ്റ് എടുക്കുന്ന. എനിക്കിവിടെ ഫുൾ റെസ്റ്റ് തന്നെയാണ് ഗൈസ്. ഇങ്ങനത്തെ വല്ല കാര്യങ്ങൾക്കോ വീഡിയോസിനോ നമ്മുടെ ആവശ്യത്തിന് മാത്രമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. എന്നിട്ട് പോലും ഞാൻ ഡോക്ടർ പറഞ്ഞ രീതിക്ക് നടക്കുകയോ ഒന്നും ചെയ്യണില്ല. എന്നോട് നന്നായിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലുമ നല്ല നീരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇന്നത്തെ വീഡിയോക്ക് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാലുമത്തെ നീരൊക്കെ പോയോന്ന്. കാലുമത്തെ നീര് ഞാൻ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടാ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അവിടെ പിന്നെ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ കുറേ വീഡിയോസ് ഒക്കെ എടുത്തന്നെ. അങ്ങനെ ചേച്ചി തേച്ചപ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗം മുടിന്ന് സെറ്റ് ആക്കേണ്ട തത്രപ്പാടിലാണ് ഞാൻ. നമ്മുടെ കുഞ്ഞിച്ചക്കനെ ഈ ചേട്ടൻ നല്ല പെട്ടെന്ന് ഉറക്കിയിട്ടാ. ഈ ചേട്ടൻ ഉറക്കണ കണ്ടിട്ട് ഞങ്ങളാരൊക്കെ ഭയങ്കരമായിട്ട് അതിശയിച്ച് പോയി. അങ്ങനെ അവൻ്റെ ഫസ്റ്റത്തെ ഒരു ലുക്ക് ഇതായിരുന്നു കേട്ടോ. ഇവരെ നമ്മൾ ഫോട്ടോഷൂട്ടിനെ കോൺടാക്ട് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ട സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം ഇവർ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തീമുകൾ അയച്ചു തരും. ഉണ്ണിയുടെ ഫോട്ടോഷൂട്ടിൻ്റെ നല്ല അടിപൊളി തീമുകൾ അയച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ഇവർ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞതൊന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെയാണ് മനസ്സിലാവണേ. ഞാൻ 4 എണ്ണം പറഞ്ഞു കൊടുത്തില്ല, 2 എണ്ണം ആദർശേട്ടൻ നൈസായിട്ട് മാറ്റിയിട്ട് ചേട്ടൻ്റെ ഇഷ്ടത്തിൽ തന്നെ ചെയ്തു. പക്ഷേ 2 തീമും ഏതാണ്ട് സെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ഡ്രസ്സിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത് വേറെ കളറാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ബ്ലൂ കളറിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു തേനീച്ചക്കുട്ടിയുടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൂപ്പര് മാറ്റിയിട്ട് മൂപ്പറുടെ ഇഷ്ടത്തിനാക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നിട്ട് അവിടെ ഫോട്ടോസൊക്കെ നല്ല വൃത്തിക്ക് എടുക്കുന്നുണ്ട്. അവിടെ നല്ല ചൂടാട്ടം, തീരെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ റൂമിലേക്ക് പോന്നിരുന്നു. ഉള്ളിനെ അവർ റാപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സേഫായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ സെറ്റാക്കിയിട്ടാ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ആദർശമായിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ നമുക്ക് ഒരേപോലത്തെ കിട്ടി. പിന്നെന്താ ഏതാണ്ടൊക്കെ സെയിം ബാക്ക്ഗ്രൗണ്ട് പോലെയൊക്കെ ഫീൽ ചെയ്തേട്ടാ. ഒരു കളർ ചേഞ്ച് പോലെയൊക്കെ പിടിക്കാൻ പറ്റില്ല. ഞാൻ സെലക്ട് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കരിനീല ഒരു കളറിൽ ഒരു മേഘമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഫോട്ടോ കിട്ടിച്ച് ഇങ്ങോട്ട് വെക്കാട്ടോ. അതൊക്കെ പിന്നെ ആദർശം മാറ്റിയിട്ട് ആകെ ഇതാക്കിയിരിക്കുന്നു. പിന്നെ ഇതാ ഈ ഒരു മഞ്ഞ് കൂടാരം ഇതും അതൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഫോട്ടോസ് കിട്ടിയപ്പോൾ ഇതേട്ടാ ഏറെക്കുറെ എല്ലാം സെയിം ആയിട്ട് തോന്നിയത്. ആ സമയത്ത് ഞാൻ ആദർശൻ്റെ അടുത്ത് കച്ചറി ഉണ്ടാക്കിയിട്ടോ. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എന്തിനാ ഇനി വീണ്ടും നമ്മൾ ഇതാക്കണേ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസ് ആട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ് ഇവരുടെ അടുത്ത് കേട്ടോ. ലിറ്റിൽ റോസസ് എന്നാണ് പേര്. ഇങ്ങനെ ന്യൂ ബോൺ ബേബി ഷൂട്ടൊക്കെ ചെയ്യാണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. ഇത് കൊളാബൊന്നും ഇല്ലാട്ടോ, നമ്മൾ പൈസ കൊടുത്ത് ജീവിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പേജുകൾ അങ്ങനെ തപ്പിയിട്ടുണ്ടായിരുന്നു. കുറേ പേജുകൾ ഇൻസ്റ്റാഗ്രാമിലായാലും അതെ ഫേസ്ബുക്കിലായാലും അതെ കുറേ പേജ് തപ്പിയപ്പോൾ ഭയങ്കര റേറ്റാണ് പറയണേ. 7000 പിന്നെ 8000 12000 ഒക്കെ ഇത്ര പറയണേ. അപ്പം ഞാൻ വിളിച്ചു ഉണ്ണിയുടെ അല്ലേ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ വിചാരിച്ചു പൈസ കൂടിയാലും. പിന്നെയാണ് നമ്മൾ ഈ ലിറ്റിൽ റോസസ് എന്നുള്ളൊരു പേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അവരെന്നെ ആദർശേട്ടൻ കോൺടാക്ട് ചെയ്ത് അപ്പോഴാണ് ഇവരുടെ അടുത്ത് 5000 രൂപയ്ക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെടുത്ത എല്ലാ ഫോട്ടോസും അവർ നമുക്ക് അയച്ചു തരും. അതുപോലെ തന്നെ 25 എഡിറ്റഡ് ഫോട്ടോസ് ഉണ്ടാവും, പിന്നെ ഫോട്ടോ റീൽ ഉണ്ടാവും. അങ്ങനെ നല്ലൊരു ഇത് ഞാൻ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കുറേ പേജുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇവർ 4500 ഫോട്ടോ എടുക്കാൻ മാത്രം 4500. പിന്നെ ഇതുപോലത്തെ ആക്സസറീസ് കൊണ്ടുവരുമല്ലോ അത് റെൻറ്റിന് എക്സ്ട്രാ പൈസ. അപ്പോൾ കുറേ പേജ് തപ്പിയപ്പോൾ നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പേജ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി ഷൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ പേജ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കുഞ്ഞിച്ചൊക്കെ നല്ല ഉറക്കാട്ടോ. പിന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും കൈ പിടിക്കണമല്ലോ. അങ്ങനെ ഇവരതൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെക്കാട്ടോ. അങ്ങനെ ഞാൻ അവിടെ വന്ന് കിടന്നു കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതേപോലെ തന്നെ അങ്ങോട്ട് ഓടിക്കും. എന്നിട്ട് ഞാൻ ഒന്നിനടുത്ത് വന്ന് കിടക്കും കേട്ടോ. നല്ല ഉറക്കാണ്. അവരൊക്കെ അവിടെ നിന്ന് വർത്താനം പറയും. അപ്പോഴേക്കും അവിടെ പോയി ഇരിക്കാനുള്ളൊരു ഇത്. ഇന്നലെ വലിയ വന്നാൽ തീരെ സമ്മതിക്കില്ല പുറത്തേക്ക് ഇറങ്ങാൻ.
അപ്പോൾ ഞാൻ അങ്ങനെ കിടക്കട്ടെ കുറച്ച് നേരം. ഉണ്ണിയുടെ ഫോട്ടോഷൂട്ടൊക്കെ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര കംഫർട്ടായിരുന്നു അവരുടെ അടുത്തിട്ട് നമുക്ക്. ഉണ്ണിയത് ഭയങ്കര കംഫർട്ടായിട്ടിരുന്നു. പക്ഷെ ലാസ്റ്റ് സമയത്തേക്ക് ഇവൻ്റെ സ്വഭാവം കുറച്ച് മാറി. കുറച്ച് അലമ്പായി. ഡ്രസ്സ് അവർ റാപ്പ് ചെയ്തപ്പോൾ ഇവന് ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. ആ റാപ്പ് ചെയ്തത് ഞാൻ ജസ്റ്റ് അഴിച്ചപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ഇത് കുറച്ച് അലമ്പായി. പിന്നെ അവന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ നല്ല ഉറക്കാം. എൻ്റെ തേജാപ്പി അപ്പുറത്തിരിക്കുന്നുണ്ട്, വലിയേട്ടൻ. ഉണ്ണിയുടെ വലിയേട്ടതേ വന്നിട്ടുണ്ട് കേട്ടാ ഉണ്ണീനെ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ തേജാപ്പി ഇത് തിരിച്ച് അവന്റെ വീട്ടിൽ പോകട്ടെ. അപ്പൊ അവനച്ചങ്ങ് പോകാൻ തീരെ താല്പര്യമില്ല. ഇവിടെ ഉണ്ണിയുണ്ട്, പിന്നെ കളിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ചേച്ചി അച്ചങ്ങ അവളുള്ളപ്പോ നിർത്തിയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ അവനച്ചങ്ങ് ഇടക്കാൻ വന്നിട്ട് മേമ്മേ ഞാൻ ഒന്ന് പോട്ടാ, ഭയങ്കര വിഷമമായിരുന്നു കുട്ടിക്ക്. പിന്നെ നമ്മുടെ മാളമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിതേനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാട്ടാ. ഡയറി നോട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഒരു 500 രൂപ തരാണ്ട്. എന്തായാലും ഈ മാസം ലാസ്റ്റ് ഡ്രസ് വാങ്ങി തരും. വാവേന്റെ പരിപാടിക്ക് വാങ്ങി കൊടുക്കട്ടോ വെക്കോ ഡ്രസ് ഉറപ്പായിരിക്കും. അപ്പോൾ ഇത് അമ്മ ഉണ്ണീനെ മേലൊക്കെ കഴുകിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിൽക്കാട്ടോ. ഇവിടെ ഇതെല്ലാവരും TV കാണുന്നുണ്ട്, ചായ കുടിക്കുകയൊക്കെ ചെയ്യാട്ടോ. അച്ഛൻ വരുമ്പോൾ പഴംപൊരി, ഉള്ളിവട അങ്ങനത്തെ കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് എന്തോ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വന്നു. എനിക്ക് ചക്കുപ്പേരി ഒന്നും കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിത് വീണ്ടും റൂമിൽ ഞാൻ വന്നിരുന്നു കേട്ടോ. ഗൈസ്, അപ്പം എൻ്റെ വൈകിട്ടത്തുള്ള മെയിലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ ഫുൾ ടൈം കെടുപ്പാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആദർശേട്ടൻ ഫോൺ എടുക്കാൻ വന്നതാ. അപ്പോൾ ചേച്ചി ചേട്ടനൊക്കെ ഇപ്പോൾ പോവാൻ നിൽക്കട്ടാ. അപ്പോൾ എന്താണ് ഇങ്ങനെ കെടുപ്പഞ്ഞാണ് കാരണം എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ചെറിയൊരു ലോങ് വീഡിയോ ആവും, വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ആവില്ല കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം എല്ലാവരെയും. പിന്നെ ഇതാ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇരിക്കട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് വിനീഷേണ്ണും ചേച്ചി ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആദർശമായിട്ട് അവർക്ക് എന്തോ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുക്കണമെന്നൊക്കെ നോക്കി നിന്ന് കിടന്നിട്ടേ ഭയങ്കര എന്താ പറയുക, കുറേ നേരം കിടക്കുമ്പോൾ പിന്നെ ഉണ്ണീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പുറം വേദന എടുക്കുന്നുണ്ട്. അവനങ്ങനെ ഒരു 20 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുറം വേദനിക്കുക അങ്ങനെ വയ്ക്കും. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് നടന്നാൽ കുറച്ച് സുഖം കിട്ടും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നടക്കട്ടെ. അപ്പോഴാണ് അച്ഛയ്ക്ക് ഡയറി മിൽക്ക് തന്നെ. അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേജപ്പിന് കൊടുത്തു. അപ്പോൾ തേജപ്പിനും ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ കേട്ടോ പറയണേ. അങ്ങനെ പിന്നെ വൈകിട്ടാകുമ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡിന് എന്താ ചക്കുപ്പേരി ഉണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ എന്താ മുരിങ്ങയിലയുടെ കറിയുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, അങ്ങനെ മോര്, അങ്ങനെ അല്ലറ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഉണ്ണീനെ എടുത്തിരിക്കട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് ചോറിനാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിനീഷണ്ണും ചേച്ചിയൊക്കെ പോവും. അപ്പോൾ അമ്മമ്മയുണ്ട്. ചേച്ചി തോന്നുന്നു വീഡിയോ എടുക്കണേ. അപ്പോൾ വീഡിയോ എടുക്കണേ കണ്ടിട്ട് അമ്മമ്മ ഇത് ഇങ്ങനെ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്നുള്ള രീതിക്കാണ് നോക്കണേ. വിനീഷേണ്ണും തേജപ്പിനും ഉമ്മർത്തിരിക്കട്ടോ. അപ്പോൾ അവർ നേരത്തെ ഫുഡ് കഴിച്ച് തോന്നുന്നു. ആദർശേട്ടൻ ഞാൻ ഉണ്ണിയെ ഫീഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആദർശേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നാ തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് ചേച്ചി പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പം ഇനി 28-ന് വരാൻ പറഞ്ഞിട്ടാണ്. ഇപ്പം ഞാനിത് കുറേ ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്നാണ് കേട്ടോ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ എഡിറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ നമുക്ക് അച്ഛമ്മയൊക്കെ മരിച്ച കാരണം ഇപ്പോൾ 28 ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ മാറ്റി വെക്കേണ്ടി വന്നു എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചേച്ചി ഇനി എന്തായാലും വിനീഷേണ്ണ ക്ലോസിങ്ങുള്ള ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ 28 കണക്കാക്കിയിട്ട് കുറച്ച് ദിവസം കൂടുതൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ പോകുന്നുണ്ടായിരുന്നേ. ആക്ച്വലി ഈ വീഡിയോയാണ് മുന്നേ പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മടി കുടുങ്ങി. റീസെൻ്റ്ലി ഇട്ട വീഡിയോയിൽ കുറേ ഓൺ വോയിസ് ആയ കാരണം അത് പിന്നെ എനിക്ക് വേഗം എഡിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇതിൽ കുറേക്ക് വോയിസ് ഓവർ കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് മാക്സിമം ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ഇടുന്നത്. കാരണം ഒരുപാട് നേരം സംസാരിക്കാനൊന്നും എനിക്ക് സത്യം പറയാച്ചങ്ങ് വയ്യ. എൻ്റെ ഇപ്പോൾ ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇവളെന്തെങ്ങനെ പറയണേന്ന്. അങ്ങനെ ഇതായും ചേച്ചിയും തേജപ്പനൊക്കെ ഉണ്ണിയുടെ അടുത്ത് ബായ് പറയട്ടാ. അപ്പം അച്ഛൻ്റെ അടുത്ത് തേജപ്പൻ എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ. അച്ഛനും അങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം ഉണ്ണീനെ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ മടിയിൽ വെച്ച് തരൂ, എൻ്റെ മടിയിൽ വെച്ച് തരൂ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കൂട്ടാ. അപ്പോൾ ഞങ്ങൾ വെച്ച് കൊടുക്കൂട്ടാ. അവൻ കുറച്ച് നേരം അവന് ധൈര്യമായിട്ട് അവൻ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതേ ഇവർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ തേജാപ്പിയുടെ ഉമ്മ വാങ്ങാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. എന്താ ഡിമാൻഡ് എന്നറിയൊരു ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇത് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ ബബയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇവർ പോയാൽ നമ്മൾ വീണ്ടും നമ്മൾ മാത്രമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.